ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് സെറാഫിന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു പാർട്ട് 1 പാർട്ട് 2 ചെയ്ത വീഡിയോ ആണ്. അതായത് റോസറി മാനിഫെസ്റ്റേഷൻ. ഇതാ എൻ്റെ കൊന്തയാണ് ജപമാല. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ഇതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്നോട് കുറച്ച് ആൻറ്റിമാർ എന്നോട് പറഞ്ഞു, മോളെ ഇത് ശരിയാണോ, ക്രിസ്ത്യാനിറ്റിക്ക് എഗൈനിസ്റ്റ് അല്ലേ, ഇതൊക്കെ നമ്മുടെ ബിലീഫിന് എതിരല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതുപോലെ എൻ്റെ ഏജിലുള്ള കുറേ പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സെറഫിന് ലിജ ഇത് തെറ്റല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ റോസറി എന്ന് പറഞ്ഞാൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു എലമെൻ്റ് അല്ലേ, അപ്പം ഇതുപയോഗിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു. അതുപോലെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഇതിലൂടെ കിട്ടുന്നുണ്ട്, നല്ല കാര്യമാണ്. അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടി. കൂടുതലും എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയത്. പക്ഷെ കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മൾ ഈ ജപമാല ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം, സമാധാനം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ജപമാല ചൊല്ലുന്നത് അല്ലേ, പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനിത് ക്രിസ്ത്യൻസ് മാത്രം എന്ന് ഫോക്കസ് ചെയ്തിട്ടൊന്നും അല്ല, എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രെയറിന്റെ ഭാഗമാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു എന്തുവാ പറയുന്നത്, മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരും പ്രെയർ, സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന നമ്മുടെ ഒരു സ്പിരിച്വൽ സൈഡിലുള്ള ഒരു എലമെന്റ് ആണ് റോസറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമുക്ക് വേണ്ടി ചില പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ചില ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലാവാം, പ്രൊഫഷണൽ ലൈഫിലാവാം, എന്തുമായിക്കോട്ടെ, ആ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ വരുമ്പോഴാണ് ആൾക്കാർ പ്രാർത്ഥനയിലേക്കും സ്പിരിച്വാലിറ്റിയിലോട്ടും ഒക്കെ തിരിയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് റോസറി ഉപയോഗിച്ച് നമുക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞു വന്നത്. അല്ലാതെ റോസറി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ടൂളാണ് എന്നല്ല. അപ്പൊ ഇവിടെ എനിക്ക് വേറൊരു ക്ലാരിറ്റിയും കൂടെ തരാനുണ്ട്. അതായത് ചില ആളുകൾ പറയും, എന്താണ്, എനിക്ക് ഇന്ന പ്രോബ്ലം വന്നപ്പോഴാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലോട്ട് തിരിഞ്ഞതെന്ന്. അപ്പൊ ഞാൻ ഡെയിലി ഒരുപാട് പേരോട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാനൊരു എഫിഷ്യൻസി കോച്ചാണ്, ഞാനൊരു സോഷ്യോളജിസ്റ്റ് ആണ്, അതുപോലെ ഞാനൊരു സെലിബ്രിറ്റി ഗൈഡും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരോട് സംസാരിക്കും, ഒരു പല ലെവലിലുള്ള ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ലൈഫിലൊരു പ്രോബ്ലം വന്നപ്പോഴാണ് സ്പിരിച്വാലിറ്റി, പ്രെയർ, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ തിരിഞ്ഞത് എന്ന്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ, ഇവര് പ്രെയറിനെ കാണുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കാണുന്നത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ആവശ്യം നടത്തിയെടുക്കാനുള്ള ഒരു ടൂൾ ആയിട്ടാണ്. ശരിക്കും അങ്ങനെ പാടില്ല കേട്ടോ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, ആ വ്യക്തിയുടെ എനർജി ഭയങ്കര ലോ ആയിരിക്കും. ആ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു ചേസിങ് സ്റ്റേജിലായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിനെ അതിനെ ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിനു വേണ്ടി ആ വ്യക്തി ചൂസ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ് പ്രെയർ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പം ഞാൻ പറഞ്ഞു, ആ വ്യക്തിയുടെ എനർജി ഭയങ്കര ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, വീണ്ടും ഇതിൽ നിന്ന് അകന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്ന സ്റ്റേജിൽ എത്തുമ്പോഴല്ല നമ്മൾ സ്പിരിച്വാലിറ്റിയിലോട്ട് തിരിയേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രെയർ, ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനെ നമ്മുടെ ലൈഫിന്റെ ഒരു റുട്ടീനാക്കി മാറ്റുക എന്നതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പലരും ചോദിച്ചു, നമ്മൾ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി കൊന്ത ചൊല്ലുന്നത് തെറ്റല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊന്ത ഉപയോഗിച്ച് മോശം കാര്യമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും പ്രാർത്ഥിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് ഒരുപാട് നല്ല മനുഷ്യർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാവാം, അവരുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. എനിക്ക് നേരിട്ടറിയുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നല്ല രീതിയിൽ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ജീവിച്ചവര് അവരുടെ ലൈഫ് എൻഡ് ആവുന്നത് ചിലപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് മരിച്ചു പോയവരായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ടെറിബിൾ ആയിട്ടുള്ള ആക്സിഡൻസ് ഒക്കെ നടന്ന് മരിച്ചു പോയിട്ടുള്ളവരുണ്ടായിരിക്കും. സോ അങ്ങനെ ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, അവർ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ അവരെ കുറ്റം പറയല്ല, അത് ഫാക്റ്റ് പറയാണ്.
എന്താണെന്ന് വെച്ചാൽ പലരും പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്കത് തരണമേ, എനിക്കത് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കറന്റ്ലി ആ പേഴ്സൺ അത് ഇല്ല, അതുകൊണ്ടാണ് ആ പേഴ്സൺ അത് വേണമെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുകയും ആ ഒരു കാര്യം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ആ കാര്യം കിട്ടാതെ വരുന്നു, അല്ല അവർ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാതെ വരുന്നു, അവരുടെ കറന്റ് പ്രോബ്ലം വീണ്ടും 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 ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ എത്ര നല്ല മനുഷ്യരായിരിക്കും. ചിലപ്പം ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നവരാവാം, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലെ പല ടെക്നിക്സും ചെയ്യുന്നവരാവാം. പക്ഷെ അവർ പറയുന്ന അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന അവർ അഫർമേഷൻസ് എന്നൊക്കെ പറയുന്നത് വേണം, എനിക്ക് തരണമേ എന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ വ്യക്തികൾക്ക് അത് കിട്ടാത്തത്. അപ്പൊ നമ്മൾ റോസറി മാനിഫെസ്റ്റേഷൻ ഞാൻ എടുത്തു പറയാൻ കാര്യം, ഈ ഒരു റോസറിയിലൂടെ നമ്മൾ ഓരോ വേണമെങ്കിൽ നിങ്ങൾക്ക് റോസറിയുടെ പ്രെയർ ചൊല്ലിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഒരു നിയോഗം വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങൾ ആ ഒരു നിയോഗം നിങ്ങൾക്ക് നടത്തി കിട്ടി അതിന് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചൊല്ലാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് റോസറി കയ്യിലെടുത്ത് വെച്ച് ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്ത് പോലെ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് പറയാം. അതായത് ഇവിടെ നമ്മൾ മൈൻഡ് പവറും അതുപോലെ നമ്മുടെ പ്രെയറും കൂടെ ക്ലബ് ചെയ്യിച്ചാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതൊരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ശരിക്കും ഇത് അത്രത്തോളം എന്താ പറയുന്നത് ദിവ്യമായിട്ട് കാണുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതല്ല. പിന്നെ കുറച്ച് പേരുടെ ഒരു ഡൗട്ട് ഉണ്ട്, നമ്മളിങ്ങനെ ഈ കൊന്തയിലൂടെ ഒരു കാര്യം നടത്തി തരണമേ എന്ന് പറയുന്നതിന് പകരം എനിക്കത് നടത്തി തന്നതിന് നന്ദി എന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു പ്രയർ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതെങ്ങനെ നടക്കും എന്ന് പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയണം. ആ ഒരു പവർ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈസിലി ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഓൺ ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ എപ്പോഴും നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇത് വിശ്വസിക്കുന്ന ഒരു മൈൻഡാണ്. അപ്പോൾ നമ്മൾ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് കൊടുക്കുമ്പം അത് ശരിയാണോ തെറ്റാണോ എന്നത് ജഡ്ജ് ചെയ്യില്ല, അത് തിങ്ക് ചെയ്യത്തില്ല. നമ്മുടെ തിങ്കിങ് മൈൻഡ് അല്ല ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ബോധ മനസ്സ് അഥവാ നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് ശരിക്കും തിങ്കിങ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തോ ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യത്തിനെ ഈ തോട്ടിനെ അതുപോലെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പ്രെയർ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മുടെ മൈൻഡ് കൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടാണല്ലോ നമ്മളൊരു റോസറി ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്ത് കൈൻഡ് ഓഫ് പ്രെയർ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി ആ കാര്യം നടന്നു, അതിന് നമ്മൾ നന്ദി എന്ന് പറയുമ്പം ഈ കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുകയും ഈ വ്യക്തി നിലവിൽ ഇത് ഉള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേൾഡ് ഫേമസ് ബുക്സിലൊക്കെ നമുക്കറിയാം ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ജോസഫ് മർഫിയുടെ ബുക്ക് ഉണ്ട്. അതുപോലെ ഒത്തിരി ഒത്തിരി ബുക്സ് ഉണ്ട്. ഈ ബുക്സിലെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൈബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിലും പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്, അല്ലെ? അതായത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് ശരിക്കും നമ്മൾ എവിടെയാണ് നമ്മുടെ തോട്ടിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് അതിൽ നമ്മളും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം പ്രേ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്കത് ഓൾറെഡി കിട്ടി, അതിനുള്ള താങ്ക്സ് ആയിരിക്കണം നിങ്ങളുടെ ഓരോ പ്രെയറും. ഓക്കെ, അപ്പോൾ ഈ റോസറി മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പ്രെയറോ മാനിഫെസ്റ്റേഷനോ ഒന്നുമല്ല. നിങ്ങൾ യൂഷ്വലി ഒരു കൊന്ത ചൊല്ലത്തില്ലേ, അപ്പം നിങ്ങൾ ഓരോ തവണയും ഓരോ രഹസ്യത്തിന് മുമ്പായിട്ടും എന്തോ ചെയ്യുന്നത്, നിങ്ങളുടെ ഓരോ പർട്ടിക്കുലർ ആവശ്യം എനിക്കിത് നടത്തി തരണമേ മാതാവേ അല്ലെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചൊല്ലുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആ ഒരു ആഗ്രഹം നടത്തി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അത് ചൊല്ലുവാണ്. ഓക്കെ, ഇത് ചൊല്ലിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു രഹസ്യം തീർന്നു, അത് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നടക്കുന്നതായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു റോസറി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. പിന്നെ അതുപോലെ ഒത്തിരി പേര് നമ്മുടെ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ. അതുപോലെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൽ നമ്മൾ ഡെയിലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.